ചങ്ങായിമാരെ, അമീറാണ് കുന്നുംകുളത്തങ്ങാടിയിൽ നിന്നും. ഇന്നൊരു പുതിയൊരു വിശേഷങ്ങൾ പറയാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ട് അടിച്ചാപ്പൊളി വണ്ടികളാണ്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമായ രീതിയിലുള്ള വണ്ടികളാണ്. അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ രണ്ട് വണ്ടികളുടെ ഡീറ്റെയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ചങ്ങായിമാരെ, 2014 വണ്ടിയെ കുറിച്ചിട്ടാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ മുന്നേ ഡെലിവറി ചെയ്തതാണ്. ഒരു കൊല്ലം മുന്നേ ഞാനിതൊരു പ്രവാസി കസ്റ്റമർക്ക് കൊടുത്ത വണ്ടിയാണ്. അദ്ദേഹം തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഇത് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച വണ്ടിയാണ്. ഇത് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം കമ്പനി സർവീസാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൊയോട്ടോയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2014 വണ്ടിയാണ് ഇതുള്ളത്. 4ാമത്തെ ഓണർഷിപ്പിൽ ഗുരുവായൂർ RTOക്ക് നമ്പറായി കഴിഞ്ഞ വണ്ടി. ഒരു 6-7 മാസത്തോളം കേരളത്തിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ്. ഞാൻ സാധാരണ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാറുള്ള പോലെ തന്നെ ഒരു 8 മാസം മുന്നേ ഞാനിത് എങ്ങനെയാണോ കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഉണ്ട്. അധികം ഓടിയിട്ടൊന്നുമില്ല. ആകെ ഓടിയിട്ടുള്ളത് 2500 കിലോമീറ്റർ മാത്രമാണ് അന്ന് കസ്റ്റമർ ഓടിയിട്ടുള്ളത്. 4 ടയറും അപ്പോൾ തന്നെ നല്ല അടിച്ചാപ്പോൾ ടയറുകളുണ്ട്. ബാക്ക് ഭാഗം കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ എങ്ങനെയാണോ പണിത് കൊടുത്തത് അതേപോലെ തന്നെ അദ്ദേഹം നിലനിർത്തിയിട്ട് അദ്ദേഹം തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഈ വണ്ടി ഏൽപ്പിച്ചു തന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അന്ന് ചെയ്ത അതേ മോഡലിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമ്മൾ അന്ന് ചെയ്ത് കൊടുത്ത പോലെ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളും സീറ്റ് കവറൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. യാതൊരു മാറ്റവും അല്ലെങ്കിൽ അലമ്പായിട്ടോ അങ്ങനെ ഒന്നുമില്ല. അപ്പം നല്ലൊരു വണ്ടിയാണിത്. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ കേരളത്തിൽ വന്നിട്ടും 1-2 ഒരു കമ്പനിയിൽ തന്നെയാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2014 G4 നല്ല അടിച്ചാപ്പൊളി വണ്ടി, കമ്പനി സർവീസ് ഉള്ള വണ്ടി 7,75,000 രൂപക്കാണ് ഞാൻ ഈ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ 6 ലക്ഷം 6.5 ലക്ഷം വരെ ഇതിന് ലോണും കിട്ടും. ഇതിന് എന്തായാലും നിർബന്ധമായിട്ട് ലോൺ കിട്ടും. കാരണം ഇതിൻ്റെ RC ബുക്ക് നമ്മളെ കയ്യിലുള്ള കാരണം 6.5 ലക്ഷം രൂപ വരെ ഇതിന് എന്തായാലും ലോണും കിട്ടും. അപ്പോൾ 7,75,000 രൂപക്ക് നല്ല അടിച്ചാപ്പൊളി 2014 ഇന്നോവ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അടുത്തത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അടുത്തത് ഞാൻ പരിചയപ്പെടുന്നത് 2010 വണ്ടിയാണ്. 2010 ഫുൾ ഓപ്ഷൻ V വണ്ടിയാണ്. അന്നിറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് എൻഡ് V വണ്ടിയാണ്. ഇതിന് 2-3 പ്രത്യേകതകളുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ ആകെ 1 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് ആകെ ഓടിയിട്ടുള്ളത്. അപ്പോൾ പല കസ്റ്റമറും ഉണ്ടോ കളിയാക്കുന്ന പോലെ ഒരു ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾ സർവീസ് എടുത്തിട്ടുണ്ടോ? ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഹിസ്റ്ററി എടുക്കുക. 1 ലക്ഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ജെന്യൂനായിട്ട് ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് 1 ലക്ഷം രൂപയോളം നമ്മൾ ഇതിന്മേൽ ആക്സസറീസിനായിട്ട് ചിലവാക്കിയിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ഫ്രീക്കന്മാർക്കും നല്ല അടിച്ചാപ്പിളായിട്ട് വണ്ടി സൂക്ഷിച്ച് നടക്കുന്നവർക്കും നല്ല കിണ്ണം കാഴ്ചയായിട്ട് കൊണ്ടു നടക്കുന്നവർക്കും പറ്റിയ രീതിയിൽ തന്നെയാണ് നമ്മൾ 1 ലക്ഷം രൂപയുടെ ആക്സസറീസ് കയറ്റിയിട്ടുണ്ട്. മെയിൻ എടുത്ത് പറയേണ്ട കാര്യം LED ടൈലാമ്പ് ഉണ്ട്. പിന്നെ ഫുള്ളായിട്ട് നമ്മൾ ക്രോം വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒറ്റയടിക്ക് കണ്ടാൽ ആർക്കും പറയാൻ പറ്റില്ല ഇത് 2010 V ആന്നുള്ളത്. നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ ഇൻഡിക്കേറ്റർ മിറർ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മളെ സ്റ്റിക്കർ, എക്സ്ട്രാ ക്രോം വർക്ക്, ബാക്കിലും അതേപോലെ തന്നെയാണ് ഇൻഡിക്കേറ്റർ, ഈ LED കൂടിയിട്ടുള്ള ഇൻഡിക്കേറ്റർ. മൊത്തത്തിൽ ഈ വണ്ടി കണ്ടാൽ ഒരു 2016-15 മോഡൽ പോലെ ആക്കിയിട്ട് അതിലുപരി എല്ലാം ഒരു ന്യൂജൻ സ്റ്റൈലിലാക്കിയിട്ട് 1 ലക്ഷം മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടി 2010 V ആണ്. ഈ വണ്ടിയുടെ ഇൻറ്റീരിയലും ഞാൻ ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെയാണ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഓരോ വണ്ടിക്കും ഓരോ പ്രത്യേകതകളുള്ള കാരണം ആ വണ്ടി ആ പ്രത്യേകതയിൽ തന്നെ നമ്മൾ പണിയാറുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയൽ സീറ്റ് വർക്ക്, സ്പെഷ്യലായിട്ട് ഡോർ പേഡൊക്കെ ഡ്യുവൽ കളറിൽ സീറ്റ് വർക്കും ഡോർ പേഡും. അതിലുപരി ഇങ്ങോട്ട് വന്നാൽ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സെറ്റ് നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്യുന്നത് പോലെ ഗിയർ ബൂട്ടൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഡോർ പേഡ്, ഗിയർ ബൂട്ട് എല്ലാം കൊണ്ടും. പിന്നെ ഇതിൽ സ്റ്റിയറിങ്ങിൻ്റെ വീലും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഹിസ്റ്ററി എടുത്താൽ. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓടിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ട്, ഏകദേശം എത്ര ഓടിയിട്ടുണ്ട്. അത്ര നല്ല ക്വാളിറ്റി ഇല്ല, ഹൈ ക്വാളിറ്റി ഉള്ള ഈ വണ്ടി 2010 V ആണ്. ഇത് നമുക്ക് കസ്റ്റമർക്ക് ഞാനിത് ഓൾറെഡി ഗുരുവായൂർ RTOക്കാണ് NOC എടുത്തിട്ടുള്ളത്. എൻ്റെ പേരിൽ തന്നെ NOC എടുത്തിട്ടുള്ളതാണ്. ഇതിന് നമ്മൾ നല്ലൊരു കിടുക്കാച്ചി അടിച്ചാപ്പൊളി ഫാൻസി നമ്പർ എടുത്തു കൊടുക്കും. KL46Z നല്ലൊരു അടിച്ചാപ്പൊളി ഫാൻസി നമ്പറോട് കൂടിയിട്ട് 5,75,000 രൂപയ്ക്ക് ഈ വണ്ടി ഞാൻ കസ്റ്റമറെ പേരിലാക്കി കൊടുക്കും. അപ്പോൾ ഈ 2 വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലും മറ്റുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് നമ്മളെ കുന്നംകുളത്ത് വന്നാൽ കാണാം. വാട്സപ്പ് നമ്പറിലും എൻ്റെ നമ്പറിലും വിളിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഈ വണ്ടിക്ക് നല്ലൊരു ഫാൻസി നമ്പറോട് കൂടിയിട്ട് നിങ്ങളെ പേരിലേക്ക് ഞാൻ രജിസ്റ്റർ ആക്കി തരുന്ന പൈസ
5,85,000 രൂപ. സാധാരണ ഈ 2010 വീനേക്കാളും ഒരു 10-20 രൂപ കൂടുതലുള്ളത്. ഇതിൽ അത്രക്കധികം എക്സ്ട്രാ വർക്കും എക്സ്ട്രാ ഡിസൈനിങ്ങും ഒക്കെ ചെയ്തിട്ട് നല്ല കിടുക്കാച്ചി ആയിട്ടുള്ള കാരണമാണ് ഈ പറയുന്ന 5,85,000 രൂപക്ക് നല്ലൊരു അടിച്ചാപ്പൊളി ഫാൻസി നമ്പർ എടുത്തിട്ട് നിങ്ങളെ പേരിലേക്ക് ആക്കി തരുന്ന റേറ്റ്. അപ്പോൾ ഈ വണ്ടിക്ക് ലോൺ കിട്ടില്ല, കാരണം നമുക്ക് RC ബുക്ക് നമുക്ക് റെഡി ആവാത്ത കാരണം ആ വണ്ടിക്ക് 6.5 ലക്ഷം രൂപ 6 to 6 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ടവർക്ക് വാട്സപ്പ് നമ്പറിലും എൻ്റെ നമ്പറിലും ബന്ധപ്പെടുക, അല്ലെങ്കിൽ കുന്നംകുളത്ത് നേരിട്ട് വന്നാൽ കാണാം. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, സി യു.